അവനെവിടെ? എനിക്കറിയില്ല. ചുമ്മാ നുണ പറയില്ല മോളെ. നിന്റെ കാമുകൻ എവിടെയാണെന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല. പ്രിയൻചേട്ടൻ എവിടെയാന്ന് സാറിന് അറിയണമെങ്കിൽ പ്രിയൻചേട്ടനോട് ചോദിച്ചാ പോരെ. അതിന് ഞാൻ ഫോൺ വിളിച്ച അവൻ എടുക്കലില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കേണ്ട ഗതികേട് വന്നത്. ഡാ, എനിക്ക് മുക്തമാടായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. പ്രിയൻ വന്ന ഉടനെ എന്നെ വിളിച്ചറിയിക്കണം. ശരി സർ. ആ, രാവിലെ തന്നെ എന്നെ ചീത്ത കേൾപ്പിച്ചിട്ട് സമാധാനമായിട്ട് വരുന്ന കണ്ടില്ലേ? നീ എന്താ ഇത്രയും വൈകിയത്? ഞാൻ നിനക്ക് വേണ്ടിയേ കരുണാകരന്റെ വായിരിക്കുന്നതൊക്കെ കേട്ടതേ ഉള്ളൂ. അല്ല, നീ വന്ന ഉടനെ അയാളെ വിളിച്ച് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാറു, ഒന്ന് വന്നേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇല്ല, എനിക്ക് കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം സംസാരിക്കാം. പിന്നെ അല്ല, ഇപ്പൊ സംസാരിക്കണം. പ്രിയൻചേട്ടാ, എന്താ ചെയ്യുന്നത്? എല്ലാരും നോക്കുന്നുണ്ട്. നോക്കുന്നവര് നോക്കട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ വന്നേ. പ്രിയൻചേട്ടാ, പ്രിയൻചേട്ടാ വിട്. പ്രിയൻചേട്ടാ, പ്രിയൻചേട്ടാ. എന്താടി, അവര് തമ്മിൽ എന്താ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല. നീ എന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെല്ലാവരും എത്ര നാള് സത്യം മറയ്ക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്തിനായിരിക്കും പ്രിയൻചേട്ടൻ പാറുവിനെ വന്ന് കൊണ്ടുപോയത്? പ്രിയൻചേട്ടാ, പ്രിയൻചേട്ടാ, എന്തൊക്കെയാ പ്രിയൻചേട്ടൻ കാണിക്കുന്നേ? നീ കാണിച്ചതിനേക്കാളും വലുതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്നലെ നീ എന്തിനാ അമ്മയോട് എന്റെ കല്യാണം വേറെ ഏതെങ്കിലും പെൺകുട്ടിയായി നടത്താൻ പറഞ്ഞത്? പ്രിയൻചേട്ടന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ കാരണം പ്രിയൻചേട്ടന്റെ ജീവിതം നശിക്കരുത്. നീ ഇന്നലെ അമ്മയോട് അങ്ങനെ പറഞ്ഞത് എന്റെ ജീവിതം നശിച്ചു. ഇതിനാണോ നമ്മൾ പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത്? നമ്മൾ എല്ലാവരോടും പോരാടിയത് ഇതിനു വേണ്ടിയിട്ടാണോ? ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ നിന്റെ ഗ്രാമത്തിൽ പോയി ഇത്രയും കഷ്ടപ്പെട്ട് നിന്റെ സൈക്കിൾ ഇവിടെ എത്തിച്ചെന്ന്? കൈലാഷ് സാർ എന്നെ കൊല്ലാൻ വന്നപ്പോ നിന്നെ ആദ്യം കൊല്ലാൻ പറഞ്ഞ് നീ മുന്നിൽ വന്ന് നിന്നത് എന്നെ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണോ? കൈലാഷ് സാറിനെ കുത്തിയ ഞാനാണെന്നും പറഞ്ഞ് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തപ്പോ സത്യം തെളിയിക്കാനായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ച് കൈലാഷ് സാറിനെ രക്ഷിച്ച് അനിരുദ്ധനെ നീ കണ്ടുപിടിച്ചില്ലേ? അതെല്ലാം നീ ചെയ്തത് ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ? മോളെ മോളെ എന്ന് വിളിച്ച് നിന്റെ പുറകെ നടന്നിരുന്ന എന്റെ അമ്മ നിന്റെ വാക്കുകൾ കേട്ട് തകർന്നു പോയി. ഞാനാണെങ്കിൽ രാത്രി മുഴുവൻ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെയാ കഴിഞ്ഞെന്ന് മനസ്സിലാവാതെ കണ്ടതെല്ലാം ആലോചിച്ചു കൂട്ടി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായി. എന്റെ അമ്മ ചെയ്തത് ഇത്രയും വലിയൊരു തെറ്റാണോ? 3 മാസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം നടത്തണമെന്നല്ലേ അമ്മ ആഗ്രഹിച്ചുള്ളൂ. അതിൽ നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭൂമിക മേഡവും കൈലാഷ് സാറും നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് സമ്മതം വാങ്ങാന്ന് ഉറപ്പ് തന്നതല്ലേ? എന്റെ അമ്മ കല്യാണ ചെലവ് മുഴുവൻ ഏറ്റെടുക്കാന്നും പറഞ്ഞു. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ടും നീ എന്തുകൊണ്ടാ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതെന്ന് എനിക്കറിയണം. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? നീ എന്തോ വലിയ പ്രശ്നത്തിൽ പെട്ടുകിടക്കുന്നോണ്ടാ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതെന്ന് മാത്രം എനിക്കറിയാം. പാറു, അതെന്താണെന്ന് എന്നോട് തുറന്നു പറ. ഇപ്പോഴും ഒന്നും കൈവിട്ട് പോയിട്ടില്ല.
ജോത്സ്യൻ പറഞ്ഞതെല്ലാം മറന്നേക്ക്. അമ്മയെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാ അമ്മ നിന്റെ കൂടെ നിൽക്കില്ലെന്നാണോ നീ കരുതുന്നത്? അമ്മയും ഞാനും നിനക്ക് വേണ്ടി എത്ര വേണമെങ്കിലും കാത്തു നിൽക്കും. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. എന്നൊന്ന് വെറുതെ വിട്ടാ മതി. പാറു, അതെങ്ങനെ വിട്ടുകളയും? എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് കമ്പനിയിലേക്ക് വന്നത് തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാനാ. പാറു, ദയവ് ചെയ്ത് നിന്റെ പ്രശ്നം എന്താണെന്നൊന്ന് പറ. കല്യാണം, കുടുംബം, കുട്ടികൾ, ഇതൊന്നും ചിന്തിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല ഞാനിപ്പോ ഉള്ളത്. എന്റെ ചേച്ചിയുടെ കല്യാണം നടത്തണം, എന്റെ വീട് തിരിച്ചെടുക്കണം, ചേട്ടനെ ഏട്ടത്തിയമ്മയും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാക്കണം. ഇതൊക്കെ എന്റെ മനസ്സിലിപ്പോ ഉള്ളത്. നമ്മൾ കല്യാണം കഴിക്കുന്നോണ്ട് നീ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നടക്കാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നടത്തി കാണിച്ചു തരാം. ഇത്രയും കാലം നിനക്കെല്ലാത്തിനും താങ്ങായിട്ട് ഞാൻ നിന്നതല്ലേ? കല്യാണം കഴിച്ചതുകൊണ്ട് അതിലെന്താ മാറാൻ പോകുന്നത്? എല്ലാം മാറും. കല്യാണം കഴിഞ്ഞ എന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ പലരുടെ അനുവാദം ചോദിക്കേണ്ടി വരും. അത് ശരിയാവില്ല. നിനക്ക് എന്നെ അത്ര പോലും വിശ്വാസമില്ലേ? നീ വല്ലാതെ മാറിപ്പോയി പാറു. ഞാൻ സ്നേഹിച്ച പാറുവിന് ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്റെ കൈ വിടാതെ എന്റെ കൂടെ നിൽക്കുന്നവളാ എന്റെ പാറു. നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് നിന്റെ മനസ്സിലെ പ്രശ്നങ്ങളൊന്നുമല്ല. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ നീ ഉണ്ടാക്കിയ ഒഴിവുകൾ മാത്രമാ. നീ തെറ്റായ തീരുമാനം എടുക്കുന്നത്. ഇനിയും നീ സത്യം എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ പ്രണയത്തെ തകർക്കും. നമ്മുടെ വിധി ഇതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വിധിയല്ല, നീ എന്നോട് ചെയ്യുന്ന ചതിയാ. ഇതുവരെ ഞങ്ങളോട് പിണങ്ങി നാട്ടിലായിരുന്ന തുളസി ഇപ്പോ എന്റെ വീട്ടിലെത്തി. എന്തൊക്കെ സംഭവിച്ചാലും നീയാണ് മരുമകളെന്ന് പറഞ്ഞു നടന്നിരുന്ന എന്റെ അമ്മ തുളസി വന്നതിന് ശേഷം മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ അങ്ങനെ ചിന്തിക്കാൻ കാരണക്കാരി നീയോ? നീ നിന്റെ കുടുംബമാണ് വലുതെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പോലെ തന്നെ എന്റെ അമ്മയും മകനാണ് വലുതെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. 3 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം നടത്താൻ ദൈവം കാണിച്ചു തന്ന വഴിയായിട്ടാ തുളസി ഇപ്പൊ അമ്മ കാണുന്നത്. അമ്മയുടെയും നിന്റെ ഇടയിൽ കിടന്ന് ഭ്രാന്ത് പിടിക്കുന്നത് എനിക്കാ.